ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അബുദാബിയിൽ എത്തുന്ന വരെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വിസയുടെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതേ നമ്മളങ്ങനെ അബുദാബിയിലെത്തി. ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അഹമ്മദാബാദിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിൽ പിന്നെ പക്ഷേ നമുക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം വിദേശത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലൊക്കെ ട്രാവൽ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ നീണ്ട യാത്രകൾക്കൊക്കെ ശേഷം അബുദാബിയിലെത്തി. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ചേച്ചി പരിചയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റി. അങ്ങനെ വലിയ നമ്മുടെ നാട്ടിലെ അത്ര വലിയ പ്രൊസീജിയറൊന്നും ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് ഉള്ളതുപോലെ തന്നെ നമുക്കൊരു റെറ്റിന സ്കാനിങ്, പിന്നെ നമ്മുടെ പേപ്പറൊക്കെ നോക്കുന്നത്, അതായത് വിസയിൽ വരുമ്പോൾ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമല്ലോ, അതൊക്കെ നോക്കുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് വലിയ ക്വസ്റ്റ്യൻ ചെയ്തും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വീഡിയോ എടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചതായിരുന്നു. പക്ഷേ ആൾ എന്നെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. വീഡിയോ എടുത്തു, പക്ഷേ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് വരുന്നൊരു വിഷ്വൽസും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി നമ്മളിത് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അബുദാബിയിൽ എത്തിയ കാര്യമൊക്കെ നാട്ടുകാർ മുഴുവൻ അറിയിച്ചു. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഒരു കാറിനകത്തെല്ലാം കയറുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടുത്തെ കാറിനൊക്കെ നല്ല ഡിക്കി സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുത്തെ എയർപോർട്ട് അബുദാബി എയർപോർട്ട് വലിയ എയർപോർട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു റൗണ്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ തന്നെ ഒത്തിരി, എനിക്ക് തോന്നുന്നു ഒരു 5-10 മിനിറ്റോളം എടുക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ അബുദാബി എയർപോർട്ടിൻ്റെ പുറത്തു നിന്നുള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കുക എന്നതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡ് ഓൾറെഡി ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചുകൊണ്ട് തന്നെ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞാനൊരു ഷേക്ക് കുടിച്ചു. ചേട്ടൻ എന്തോ ഇടിയപ്പവും കാര്യങ്ങളും എന്തായാലൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഇനി നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിലൊന്നുമല്ല, അബുദാബിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അൽദഫ്ര റീജിയണിൽ വരുന്നൊരു സ്ഥലമാണ്. റോയ്സ് എന്ന് പറയും, ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അപ്പോൾ റോയ്സിൽ ഗയാത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ സൈൻ ബോർഡുകളൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ഓരോ 10, 11 എന്നൊക്കെ വെച്ചിട്ട് കിലോമീറ്റർ പോലൊക്കെ രേഖപ്പെടുത്തിയേക്കും. പക്ഷേ അതൊന്നും കിലോമീറ്ററുകളും കാര്യങ്ങളൊന്നും അല്ല. അത് നമുക്കങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി റോയ്സിലേക്ക് പോവുകയാണ്. വലിയ സിറ്റിയോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഗൾഫ് പോലുള്ള സംഭവങ്ങളൊന്നും തന്നെ റോയ്സിലില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ചേട്ടൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളോട് അങ്ങനെ ഒത്തിരി ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബുദാബി എയർപോർട്ട് തന്നെ നമ്മുടെ സിറ്റിയിലൊന്നും അല്ല കേട്ടോ, കുറച്ച് ഉള്ളിലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അബുദാബി സിറ്റി ഒന്നും ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ റോയ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറേ ദൂരം, അതായത് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഉണ്ട് അബുദാബി സിറ്റിയിൽ നിന്ന് നമുക്ക് റോയ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടുന്ന് പിന്നെ ഗയാത്തി ഒരു 20 മിനിറ്റോളം ഉണ്ട്. അപ്പം ഒരു ഏകദേശം ഒരു 3 മണിക്കൂറിനടുത്ത് ട്രാവലുണ്ട്. ഇതാണ് റോയ്സിലേക്ക് പോകുന്ന വഴികളും കാര്യങ്ങളും ഒക്കെ. 2 സൈഡ് ഫുൾ മരുഭൂമിയാണ് കേട്ടോ. നമുക്ക് കാണാനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇടക്കുന്ന മരുഭൂമി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലുള്ളൊരു മരുഭൂമി സെറ്റപ്പ് ഒന്നുമല്ല. ഒട്ടകങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചുമ്മാ കുറച്ച് ഭൂമി, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സംഭാരം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ഏരിയയിൽ ഇങ്ങനെ നമ്മുടെ നീണ്ടു നിരന്ന് കിടക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴും അത് വേറെ മരുഭൂമി ആയിരിക്കും. ഇങ്ങനെ ഒന്നും ഇല്ലാത്ത പോലൊക്കെ കിടക്കത്തില്ലേ, നമ്മളെന്താ ഒരു പച്ചപ്പ് പോലും കാണാത്ത രീതിയിലൊക്കെ ഇങ്ങനെ കിടക്കും. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ചെടികളും നമ്മുടെ ഈ വെള്ളമൊന്നും ആയിട്ടാത്ത മരുഭൂമിയിൽ വളരുന്ന കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഫ്ലൈറ്റിൽ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. മരുഭൂമിയിലൊക്കെ കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ തുടങ്ങുന്നൊരു സമയമാണ്. അതായത് മെയ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വന്നപ്പോൾ. അപ്പം മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചൂടൊക്കെ തുടങ്ങും. അങ്ങനെ അത്യാവശ്യമുള്ള ഇവിടെ ഈ പാർക്കുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ആകും കേട്ടോ. ഈ ചൂടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രീം ലെവൽ ചൂടാണ്.
അതും പ്രത്യേകിച്ച് റോയൽസ് എന്നൊക്കെ പറയുമ്പം അബുദാബി സിറ്റിയിലൊക്കെ അപേക്ഷിച്ച് നല്ല ചൂടാണ് റോയൽസിലേക്കൊക്കെ വരുമ്പം. നമ്മൾ ഏകദേശം ഒരു ബോർഡർ ഒക്കെ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ ഇവിടുന്ന് ഏതാണ്ട് അബുദാബി സിറ്റിയും അതുപോലെ തന്നെ ഖത്തറും ഒക്കെ ഏകദേശം ഒരു ദൂരമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ ഈ മരുഭൂമിയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ കുറച്ച് ആൾതാമസവും ആൾക്കാരും ഒക്കെ ഉള്ളൊരു ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ പ്ലാന്റേഷനൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ടാങ്കർ ലോറി പോലുള്ള ബുള്ളറ്റ് ലോറികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2.5 മണിക്കൂറത്തെ നീണ്ട യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റോയൽസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് കുറേ വണ്ടികളുടെയൊക്കെ നമ്മുടെ ഇവിടെ ലോറിയുടെയൊക്കെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ വരത്തില്ലേ, ലോറി താവളം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇങ്ങനെ ട്രക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അവിടെ അതാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഗയാത്തി മോൾ കാണാം. ഇവിടെയുള്ള ഏരിയ വലിയ സ്ഥാപനം എന്ന് പറയുന്നത് ഗയാത്തി മോളിലാണ് കേട്ടോ. അതിനകത്ത് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം പോലൊക്കെ ഇവിടെയൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ വരാം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നമുക്ക് ഉള്ളിലോട്ട് പോകണം. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകളല്ല, ഇവിടെ അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കൂടുതൽ ഈ വില്ലാസ് പോലുള്ള റൂംസും കാര്യങ്ങളും ഒക്കെ, നമുക്കല്ലാതെ അബുദാബിയിലെ പോലുള്ള വലിയ അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സീസണൊക്കെ, അതായത് ഈ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഫാമിലീസിനെയൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ റൂമൊക്കെ കിട്ടാൻ നല്ല പാടാണ്. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷനൊക്കെ വളരെ കുറവാണ്. ഒരു ലിമിറ്റഡ് ഏരിയയിലേ ഉള്ളൂ നമുക്ക് ഈ അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഏകദേശം ഒരു 15,000 ഒക്കെ അടുത്ത ആൾക്കാരുള്ളൂ, പോപ്പുലേഷനേ ഉള്ളൂ നമുക്ക് റോയൽസിലുള്ളത്. അവിടെ തന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഇവിടുത്തെ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ഈ പ്ലാന്റേഷനൊക്കെ ജോലി ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ റോയൽസിലെ സ്കൂളാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഗവൺമെൻറ് സ്കൂളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂടുതലും ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാണ് ഇങ്ങോട്ട് കൂടുതലായിട്ടുള്ളത്. അട്നോക്കൻ എന്തോ ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ പറയുന്നത്. അപ്പോൾ ഇതാണ് അബുദാബിയിലെ റോയൽസിലെ നമ്മുടെ ഗയാത്തിലുള്ള ഒരു സ്കൂളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളും പിന്നെ ഇവിടെ ഫാമിലിയായിട്ട് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ നമുക്ക് ഇതുപോലെ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഈ വില്ലാസും അതുപോലെ ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വില്ലാസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മരുഭൂമിയിൽ നിന്നൊക്കെ മാറി കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈന്തപ്പനകളും അതുപോലെ നമ്മുടെ മരുഭൂമിയിൽ വളരുന്ന കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് വണ്ടികളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഈ മരുഭൂമിയിലോട്ട് വന്ന് ഇരുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട് വരുന്ന ഒരു ഫീലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 1-2 വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഇങ്ങോട്ട് കുറച്ച് മാറിക്കഴിയുമ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഗയാത്തിലെ പോലീസ് സ്റ്റേഷനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ KCB എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ വൈദ്യുത ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരെന്താണെന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ കറക്റ്റ് പേര് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഒന്നും പറയാത്തത്. അങ്ങനെ നമ്മൾ ഗയാത്തിയിലെത്തി. അപ്പം നമ്മുടെ ഒരു റൂമൊക്കെ എടുത്തിരിക്കുന്ന ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അൽദഫ്ര റീജിയൻ എന്നാണ് ഈ ഒരു ഏരിയ പറയുന്നത്. നമ്മുടെ അബുദാബിയിൽ നിന്ന് ഏകദേശം ഒരു ഞാൻ കുറേ തവണ പറഞ്ഞെന്ന് തോന്നുന്നു, ഒരു 2.5 മണിക്കൂർ ഓളം ട്രാവൽ ചെയ്താലാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ബാങ്കാണ് കേട്ടോ, നമ്മുടെ ADCB എന്നാണ് പറയുന്നത് ബാങ്ക്. അപ്പോൾ ഇതൊരു നമ്മുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു ഏരിയ പോലെയാണ്. അതായത് നമുക്കിവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. അതായത് ഒരു ബക്കാല എന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ചെറിയ പലചരക്കടയൊക്കെ ഇല്ലേ, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ആൾക്കാർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ വലിയ കടകളും കാര്യങ്ങളും പിന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഒന്നുമില്ല കേട്ടോ. നമുക്കൊരു ഫ്രൂട്ട് സ്റ്റാള്, ഒരു ബക്കാല, ഒരു ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇല്ലേ, സൂപ്പർ മാർക്കറ്റ്, അതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഓരോന്നൊക്കെ വെച്ച് ഉണ്ട്. നമുക്കിങ്ങനെ സാധനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇവിടെ നിന്ന് ഒന്നും കിട്ടാഴികയൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കുറവാണെന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വില എന്ന് പറയുന്നത് ചിലർ പറയും നമുക്ക് സിറ്റിയിൽ നിന്ന് ഒത്തിരി ഉള്ളിലാണെങ്കിൽ ഇവിടെയൊക്കെ വിലക്കുറവായിരിക്കും എന്ന് പറയും. അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അങ്ങനെ ആരും ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം സിറ്റിയിലേക്കാൾ 1-2 ദിർഹമൊക്കെ ഇവിടെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പറയുന്നൊരു വിലയിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഏരിയയിൽ റൂം എടുത്തിരിക്കുന്ന ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ അറബികളുടെ വീടുകളും കാര്യങ്ങളും ഒക്കെ കാണാം. ഇവിടെയുള്ള വലിയ വലിയ ഇതൊക്കെ. പിന്നെ നമുക്ക് അറബികളുടെ വീടൊക്കെ തന്നെ ഷെയറിങ് റൂമൊക്കെ പോലെ ഉണ്ട്. അതായത് ഒരു വലിയ വീടിനകത്ത് തന്നെ കുറേ ഷെയറിങ് റൂംസൊക്കെ ആയിട്ട് അവരിങ്ങനെ വാടകയ്ക്കൊക്കെ കൊടുക്കുന്നതായിട്ടുണ്ട്.
നമ്മൾ അബുദാബിയിലെ റുയിസിൽ ഗയാത്തി എന്ന് പറയുന്നത് കുറച്ചുള്ളിലോട്ടുള്ളൊരു ഇവിടുത്തെ ഉൾനാടൻ ഗ്രാമപ്രദേശം എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. കാരണം ഈ ഒരു സ്ഥലമൊക്കെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലെ ബാറ്ററി ലോ ചെയ്ത് 1 or 2 ചാർജിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് തുടങ്ങിയ വ്ളോഗ് എടുപ്പ് ആയതുകൊണ്ട് ഫോണിനൊരു ചാർജൊക്കെ പിടിച്ചിരുത്തുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, അതതിൻ്റെ കപ്പാസിറ്റിയും കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം ഫോൺ ഇപ്പോൾ ഓഫാകും എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗയാത്തിലെ ചെറിയൊരു ടൗൺ പോലെ, നമ്മുടെ അമേരിക്കയിലെ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഗയാത്തിയിലെ ജംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അബുദാബിക്ക് ഇവിടുന്ന് ബസ് കുറവാണ്. അബുദാബിക്ക് പോകാൻ വേണ്ടിയിട്ട് കുറവ് മീൻസ് നമ്മുടെ നാട്ടിലെയൊക്കെ പോലത്തെ അല്ലെങ്കിൽ അബുദാബി ടു ദുബായ് അതുപോലൊന്നും കിട്ടത്തില്ല കേട്ടോ. ഒരു 2.5-3 മണിക്കൂറൊക്കെ ഇടവിട്ട് നമുക്ക് ഇവിടുന്ന് അബുദാബിക്ക് ബസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ലോക്കലായിട്ട് ബസ്സൊക്കെ അരമണിക്കൂറിന് ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. കാരണം ചേട്ടൻ രാവിലെ അതായത് ചേട്ടൻ്റെ പ്ലാന്റ് ഇവിടുന്ന് ഏകദേശം ഒരു 20 മിനിറ്റോളം ട്രാവലുണ്ട്. നമ്മൾ ആ പ്ലാന്റിൻ്റെ അടുത്ത് വീടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അവിടെ കിട്ടിയില്ല. ഇപ്പോൾ ഒരു വെക്കേഷൻ സീസണും കൂടെ ഒക്കെ ഉണ്ട്. അവിടുന്ന് ഒരു കുറച്ച് ഉള്ളിലോട്ട് കൂടെ വന്നതുകൊണ്ട് ഇവിടുന്ന് ബസ്സിലാണ് രാവിലെ ഏതോ ഒരു പോയിന്റ് വരെ പോയിട്ട് അവിടുന്ന് പിന്നെ കമ്പനിയുടെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.